കർണാടകയിലെ ശിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഗംഗാവാലി പുഴയിലേക്ക്. തിരച്ചിൽ വ്യാപിപ്പിക്കുന്നത് മണ്ണ് മാറ്റിയിട്ടും ലോറി കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ. ലോറി പുഴയിലെ മൺകൂനയിലെന്ന് സംശയം. വിവരങ്ങളുമായി സരീഷ് പി കെ ആണ് ചേരുന്നത്. സരീഷ്, ഇന്ന് അർജുനെ കാണാതായിട്ട് 7 ദിവസമാകുന്നു. 7ാം ദിവസവും തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയായിരിക്കും ഇപ്പോൾ അവിടെ എന്നറിയാം. ഇന്നലെ പറഞ്ഞത് മണ്ണിലുള്ള പരിശോധന 100% പൂർത്തിയാക്കി അതിനുശേഷമായിരിക്കും പുഴയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുക എന്നാണ്. ഇന്നിപ്പോൾ പുഴയിലായിരിക്കും തിരച്ചിൽ തുടങ്ങുക എന്ന് പറയുന്നു. ഇപ്പോൾ സൈന്യ സംഘം അവിടെ തിരച്ചിലിനായി എത്തിയോ? എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? എത്തും. ഇന്നലെ വൈകിട്ട് അല്ലെങ്കിൽ വൈകുന്നതുവരെ പരിശോധന നടത്തും എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും പ്രതികൂല കാലാവസ്ഥ കാരണം അത് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഇവിടെ ഇരുട്ടാണ്, അതോടൊപ്പം തന്നെ മഴ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശുഭസൂചകമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരുട്ടാണ്, അതോടൊപ്പം തന്നെ മഴ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശുഭസൂചകമാണ്. പക്ഷേ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്നും മണ്ണുൾപ്പെടെ മാറ്റിയ JCB എല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ പാർക്ക് ചെയ്തത്. അതായത് അപകടം നടന്ന് ആ സ്ഥലത്തിൽ നിന്നും ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ദൂരെയാണ് ഈ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം വീണ്ടും അവിടെ എത്തിച്ച് കരയിലെ മുഴുവൻ മണ്ണും മാറ്റിയ ശേഷം മാത്രമായിരിക്കും മറ്റുള്ള ഒരു സംശയത്തിലേക്ക് വരിക. അതായത് ഇപ്പോഴും ഒരു സംശയത്തിലേക്ക് വരിക. അതായത് ഇപ്പോഴും ഒരു സംശയം, ഈ വാഹനം റോഡിൻ്റെ ഒരു വശത്ത് തന്നെ, അതായത് ഷിരൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഇടത് ഭാഗത്ത് വാഹനം ഇപ്പോഴും പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന സംശയം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. കുടുംബം അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നലെ റവന്യൂ വകുപ്പ് മന്ത്രിയും പറഞ്ഞത് ഇനി ആ വാഹനം അവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ കരയിൽ നടത്തേണ്ടത് ഇന്നലെ റവന്യൂ മന്ത്രി നടത്തിയത്. പക്ഷേ അതല്ല ശരി. യഥാർത്ഥത്തിൽ അവിടെ, അതായത് റോഡിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് ലോറി നിർത്തിയിടാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ആ സൈഡിലാണ് ലോറി പാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇനിയും മണ്ണെടുത്ത് പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ്. അവസാന ചിത്രങ്ങൾ ഇത് സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആ മേഖലയിലുള്ള മണ്ണ് മുഴുവൻ എടുത്ത് പരിശോധിച്ച ശേഷം അല്ലെങ്കിൽ മാറ്റി പരിശോധന നടത്തിയ ശേഷം മാത്രമേ അവിടെ വാഹനമില്ല എന്ന് സ്ഥിരീകരിക്കാനാവൂ എന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മലയാളി രഞ്ജിത്ത് ഇസ്രയേൽ ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധന ഇന്നും നടക്കും. അതേസമയം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം നാവികസേന പുഴയിൽ കൂടി പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പുഴയിലെ പരിശോധനയിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ബോട്ടുകൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ നാവികസേന തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കരയിലും ഒപ്പം തന്നെ പുഴയിലും ഒരേ സമയം പരിശോധന നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ അല്ലെങ്കിൽ ഇന്നലെ വരെ നടന്നത് റോഡിൽ നിന്നും ഉള്ള മണ്ണ് മുഴുവനായി ഇന്നലെ വരെ നടന്നത് റോഡിൽ നിന്നും ഉള്ള മണ്ണ് മുഴുവനായി നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റവന്യൂ വകുപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എവിടെയാണോ റോഡ് അവസാനിക്കുന്നത് അതുവരെയുള്ള മണ്ണ് മാത്രം നീക്കം ചെയ്താൽ മതി എന്നാണ്. പക്ഷേ സൈന്യവും രഞ്ജിത്ത് ഇസ്രയേൽ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത് ആ വെള്ളവര, അതായത് റോഡ് അവസാനിക്കുന്ന വെള്ളവരയിൽ നിന്നും നിശ്ചിത അകലം അകത്തേക്ക്, അതായത് അവിടെ ഒരു കർവ് ഉണ്ട്, ആ കർവിലെ മണ്ണ് കൂടി നീക്കം ചെയ്ത് അവിടെ വാഹനമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുകയുള്ളതാണ്. അപ്പോൾ അപ്പോൾ ഈ 2 കൂനകളിൽ നിന്നും മണ്ണ് ഒരേ സമയം നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കും. അതിനുശേഷമായിരിക്കും പുഴയുടെ ഭാഗത്ത് തന്നെ ഏതാണ്ട് വലിയ ആഴമുണ്ട് ഈ കരയും പുഴയും തമ്മിൽ. പക്ഷെ ഇത് ഏതാണ്ട് ഇപ്പോൾ തുല്യമായ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ തീർച്ചയായും ആ ഭാഗത്തുള്ള മണ്ണ് കൂടി നീക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആ JCBയും ഒപ്പം തന്നെ ഇറ്റാച്ചിയും. പക്ഷേ അവിടെ വെല്ലുവിളിയായി നിൽക്കാൻ പോകുന്നത് പുഴയിലേക്ക് ഇറങ്ങി മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ നിലവിലെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ മണ്ണ് നീക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. പുഴയിൽ ഇറങ്ങി മണ്ണ് നീക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള പാലം പണിക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. സാധാരണ നിലവിലെ JCB ഉപയോഗിച്ച് അത്രത്തോളം ആഴത്തിൽ മണ്ണ് നീക്കാനാവില്ല. അതോടൊപ്പം തന്നെ പുഴയുടെ നടുവിൽ പോലും വലിയ രീതിയിൽ മണ്ണിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും നീക്കം ചെയ്താൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ ഇവിടെ
വാഹനം കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ എക്യുപ്മെന്റ്സ് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ എത്തിച്ച് മണ്ണ് നീക്കിയാൽ മാത്രമേ ഈ പുഴയ്ക്ക് അടിയിൽ, പുഴയുടെ അടിത്തട്ടിലെങ്കിലും ഈ ലോറി ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാവൂ. അതോടൊപ്പം തന്നെ സൈന്യം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ റഡാർ ഉൾപ്പെടെയുള്ള അതായത് ഡീപ്പായി ഈ മണ്ണിനടിയിൽ നിന്ന് കൃത്യമായ സിഗ്നലുകൾ ലഭിക്കുന്ന റഡാറുകൾ ഉൾപ്പെടെയുള്ളവ ഇന്ന് എത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉച്ചയോടെ എത്തിക്കാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പരിശോധനകൾക്ക് സഹായകരമാവുന്ന ഒരു നീക്കമാവും അത് എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. കാരണം ഇപ്പോഴും കഴിഞ്ഞ ദിവസം NIT റഡാർ ഉപയോഗിക്കുമ്പോൾ കൃത്യമായൊരു സിഗ്നൽ ലഭിക്കും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉച്ചയോടെ റഡാർ എത്തുകയും കൂടുതൽ പരിശോധന, അത് പുഴയിലാവട്ടെ അല്ലെങ്കിൽ കരയിലാവട്ടെ, രണ്ട് രീതിയിലുള്ള പരിശോധന നടത്തിയാലും കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താനാകും, അല്ലെങ്കിൽ സ്ഥിരീകരണത്തിലേക്ക് എത്താനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 7ാം ദിവസവും പരിശോധന അല്ലെങ്കിൽ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് മറ്റൊരു രീതിയിലാണ് ഇതിനെ സമീപിക്കുന്നതെങ്കിൽ പോലും നിലവിൽ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന നാവികസേനയാവട്ടെ അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള രഞ്ജിത്ത് ഇസ്രയേൽ ഉൾപ്പെടെയുള്ളവരാവട്ടെ, അതോടൊപ്പം തന്നെ കരസേനയാവട്ടെ, എല്ലാം ഒരേ ദൗത്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കരയിലും പുഴയിലും ഒരേ സമയമുള്ള പരിശോധന, കരയിൽ കരയിൽ കരസേനയും ഒപ്പം തന്നെ പുഴയിൽ നാവികസേനയും രക്ഷാപ്രവർത്തനം നടത്തുന്നു. ആദ്യം കരയിലെ മണ്ണ് മാറ്റി അവിടെ ലോറി ഇല്ല എന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ പുഴയിലേക്ക് ഇറങ്ങി പുഴയിലെ മണ്ണ് നീക്കം ചെയ്ത് അവിടെ ഏതെങ്കിലും രീതിയിൽ ലോറി പെട്ടുകിടപ്പുണ്ടോ എന്നുള്ള പരിശോധനയിലേക്ക് എത്തുള്ളൂ. പക്ഷേ നാവികസേന റഡാറും ഒപ്പം തന്നെ സോളാർ ശരി സരീഷ്, ഇന്നെന്തായാലും അർജുനെ കണ്ടെത്താനുള്ള ആ ഒരു രക്ഷാദൗത്യം രാവിലെ തന്നെ ആരംഭിക്കും. ഇന്ന് 7ാം ദിവസമാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ. ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ന് പുഴയിലും കരയിലും ഒരേ സമയം കരസേനയും നാവികസേനയും തിരച്ചിൽ തുടരും. ആ വിവരങ്ങളായിരുന്നു അവിടെ നിന്നും സരീഷ് PK നൽകിയത്.